ജോർദാൻ നദിയിൽ നടന്ന ആ സംഭവത്തിന് ശേഷം പരിശുദ്ധാത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു. അവിടെ 40 ദിവസവും 40 രാത്രിയും യേശു ഉപവസിച്ചു. ആ കാലം മുഴുവൻ അവൻ പ്രാർത്ഥനയിലും ഉപവാസത്തിലുമായിരുന്നു. 40 ദിവസം കഴിഞ്ഞപ്പോൾ അവന് വിശപ്പുണ്ടായി. അപ്പോൾ സാത്താൻ യേശുവിൻ്റെ അടുക്കൽ വന്നു. മരുഭൂമിയിലെ നിശബ്ദതയിൽ അവൻ യേശുവിനോട് പറഞ്ഞു, നീ ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ ഈ കല്ലുകളെ അപ്പമാക്കാൻ കൽപ്പിക്കൂ. പക്ഷെ യേശു ശാന്തമായി മറുപടി പറഞ്ഞു, മനുഷ്യൻ അപ്പത്താൽ മാത്രം ജീവിക്കുന്നില്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനത്താലും മനുഷ്യൻ ജീവിക്കുന്നു. സാത്താൻ വീണ്ടും യേശുവിനെ ദേവാലയത്തിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോയി. അവൻ പറഞ്ഞു, നീ ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ താഴേക്ക് എടുത്തു ചാടുക, ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ച് നിന്നെ രക്ഷിക്കും. പക്ഷെ യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുത്. പിന്നീട് സാത്താൻ യേശുവിനെ ഒരു ഉയർന്ന മലയുടെ മുകളിലേക്ക് കൊണ്ടുപോയി. അവൻ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവയുടെ മഹത്വവും കാണിച്ചു കൊടുത്തു. സാത്താൻ പറഞ്ഞു, നീ എന്നെ നമസ്കരിച്ചാൽ ഇതെല്ലാം ഞാൻ നിനക്ക് തരാം. അപ്പോൾ യേശു ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, സാത്താനെ, ദൂരെ പോകുക. നിന്റെ ദൈവമായ കർത്താവിനെ മാത്രം വിശ്വസിക്കുകയും അവനെ മാത്രം ആരാധിക്കുകയും ചെയ്യുക. അപ്പോൾ സാത്താൻ യേശുവിനെ വിട്ടുപോയി. ദൈവത്തിൻ്റെ ദൂതന്മാർ വന്ന് യേശുവിനെ ശുശ്രൂഷിച്ചു.